ഹലോ എവ്രി വൺ, മൈസെൽഫ് ഷെയ്ഹ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. Immunology is the emerging branch of medical science that deals with the studies related to different aspects of immune system like the cell structure, function, response against antigen and disorder. Immunologists study the molecules, cells and organs of the human body that participate in the response. Immunity is a condition of being able to resist a particular disease, especially through preventing the development of pathogenic microorganism or by counteracting the effect of its product. There are two major types of immunity എന്നുള്ളത്. First one is innate immunity or natural or non-specific immunity. Second one acquired immunity or adaptive immunity. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇൻബോൺ ആയിട്ട് നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ്. ബട്ട് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന അഡാപ്റ്റേഷനൊക്കെ ഇതിലുള്ളൊരു ഇമ്മ്യൂണിറ്റിയാണ്. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഡെവലപ്മെൻറ്റ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. So active immunity develops due to production of antibodies in the body. Active immunity is attained by exposure to a pathogen leading to the production of antibodies in the body. The immunity induced by the exposure of a foreign antigen is called active immunity. Active immunity confers a form of resistance against a foreign antigen which is encountered by an individual. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ നമ്മളെ ബോഡി തന്നെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആൻറ്റിജന് വേണ്ടിയിട്ട്. Any characteristics of active immunity. Active immunity require exposure to a pathogen or to antigen of a pathogen. രണ്ടാമത് exposure to an antigen leads to the production of antibodies. These antibodies essentially mark a cell for destruction by lymphocyte. അതായത് ഒരു ആൻറ്റിജൻ്റെ എക്സ്പോഷർ ഉണ്ടായിരിക്കണം, അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സെൽസ് ഇൻവോൾവ്ഡ് ഇൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആർ ടി സെൽസ്, അതായത് സൈറ്റോടോക്സിക് ടി സെൽസ്, ഹെൽപ്പർ ടി സെൽസ്, മെമ്മറി ടി സെൽസ് ആൻഡ് സപ്രസർ ടി സെൽസ്. പിന്നെ ബി സെൽസ്, അതായത് മെമ്മറി ബി സെൽസും പ്ലാസ്മ സെൽസും. പിന്നെ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ആയിട്ടുള്ള ബി സെൽസ്, ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജസ്. ദർ ഈസ് എ ഡിലേ ബിറ്റ്വീൻ എക്സ്പോഷർ ടു ദ ആൻറ്റിജൻ ആൻഡ് എക്വയറിങ് ഇമ്മ്യൂണിറ്റി. അതായത് ആൻറ്റിജന് എക്സ്പോഷർ ടൈമും പിന്നെ അതിനെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി എക്വയർ ചെയ്യുന്നതിൽ കുറച്ച് ടൈം ഡിലേ ആകും. ദ ഫസ്റ്റ് എക്സ്പോഷർ ലീഡ് ടു പ്രൈമറി റെസ്പോൺസ്. ഇഫ് എക്സ്പോസ്ഡ് ടു ദ ആൻറ്റിജൻ അഗെയിൻ ലേറ്റർ ദ റെസ്പോൺസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം എലിസിറ്റ് ഈസ് മച്ച് ഫാസ്റ്റർ ആൻഡ് സ്ട്രോങ്ങർ. ദിസ് ഈസ് കോൾഡ് എ സെക്കൻഡറി റെസ്പോൺസ്. Any active immunity is a long-term type of immunity that can last a lifetime. അതായത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മളെ ലൈഫിൽ വന്നാൽ പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ സം ഓഫ് ദ അൺനോൺ സൈഡ് എഫക്റ്റ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആർ റിസൾട്ടൻറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആൻഡ് അലർജിക് റെസ്പോൺസ്. അതായത് നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസോ അല്ലെങ്കിൽ അലർജിക് റെസ്പോൺസിനൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ രണ്ട് ടൈപ്പിലുണ്ട്, നാച്ചുറലും ആർട്ടിഫിഷ്യലും. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് എക്വയർഡ് വെൻ ഇൻഡിവിജ്വൽ ഈസ് എക്സ്പോസ്ഡ് ക്ലിനിക്കലി ഓർ സബ് ക്ലിനിക്കലി ത്രൂ ഇൻഫെക്ഷൻ. ദിസ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ പോസഡ് ടു ലൈവ് പാത്തോജൻ ഡെവലപ്പ് ദ ഡിസീസസ് and develop a long-term form of immunity as a result of primary response. When a microbe penetrates the body's barriers such as skin, mucous membrane or other primary defense, it interact with the immune system activating by
activating by B cells to produce antibodies that help to fight the invading pathogen. The adaptive immune response generated against the pathogen takes days or weeks to develop but may be long-lasting or even lifelong in case that involves wild infection such as hepatitis A virus and subsequent recovery. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ലൈവായിട്ടുള്ള പാത്തജൻ നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ അതിനെതിരായിട്ട് അതിൻ്റെ ആൻറ്റിജന് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മളെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നാച്ചുറലി ആയിട്ട് ഉള്ളതാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അടുത്തത് എന്താണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. Now in this case an administration of a vaccine will generate an acquired artificial active immunity. For example, an administration of the 2 doses of the hepatitis A vaccine will generate an acquired active immune response which will lead to long lasting or lifelong protection against hepatitis A. This type of immunity is acquired through immunization via vaccination. Okay, അതായത് ഇതെന്ന് വെച്ചാൽ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്തോജനെതിരെയുള്ള വാക്സിൻസ് നമ്മളെ ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് നമ്മളെ ബോഡി തന്നെ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആർട്ടിഫിഷ്യൽ, അതായത് വാക്സിൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി അടുത്തത് സെക്കൻഡ് വൺ പാസീവ് ഇമ്മ്യൂണിറ്റി. Passive immunity is developed by antibodies that are sired and then introduced into the body. Passive immunity is produced or acquired when antibodies are introduced in the body from an external source, usually through vaccines, providing a quick response to the infection. Passive immunity is more or form of therapy where antibodies are introduced from outside the host known as ലോണഡ് ആൻറ്റിബോഡീസ്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ മറ്റുള്ള ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതായത് ആ ഒരു പെർട്ടിക്കുലർ പാത്തജനെതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസിനെ എന്ത് ചെയ്യുന്നത് ആ ഒരു ഹോസ്റ്റ് ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി തന്നെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ലോണായിട്ട് ഇതിനെ, അതുകൊണ്ടാണ് ലോൺ ബോഡീസ് ആൻറ്റിബോഡീസിനെ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് കൺഫേർഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി, സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എക്സ്പോഷർ ടു എൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഓർ ഇറ്റ്സ് ആൻറ്റിജൻ. ദർ ഈസ് നോ ഡിലേ ഇൻ ദ ആക്ഷൻ ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി വിച്ച് മീൻസ് ദ റെസ്പോൺസ് ടു എൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ഈസ് ഇമ്മീഡിയറ്റ്. പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് നോട്ട് ആസ് ലോങ് ലാസ്റ്റിംഗ് ആസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനെതിരെ പിന്നെ അത് ടെമ്പററി ആയിരിക്കും, ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടൊന്നും നിൽക്കില്ല. ബട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വന്നാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ഹവർ നെഗറ്റീവ്ലി സെറം സിക്നസ് ക്യാൻ റിസൾട്ട് ഫ്രം എക്സ്പോഷർ ടു ആൻറ്റിസെറം. അതിനടുത്തത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. This occurs during pregnancy when antibodies pass from maternal blood into the fetal bloodstream. It is observed when IgG passes from the mother to the fetus during pregnancy, forming a basis for the prevention of neonatal tetanus in neonates by active immunization of pregnant mother. അതായത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പിന്നെ ഫീറ്റൽ ബോഡിയിൽ നിന്ന് മെറ്റേണൽ ബോഡിയിൽ നിന്ന് ഫീറ്റലിലേക്ക് വരും. അതായത് ഇമ്മ്യൂണിറ്റി ഒരുപാട് ടൈപ്പ് ഉണ്ട്, IgA, IgD അതുപോലത്തെ. ബട്ട് പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് IgG ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നത്. So this induces the production of high-level antibodies in the mother against the tetanus toxin, which is subsequently transmitted to the fetus from the mother through the placenta. The antibodies then protect the neonate after birth against the risk of tetanus. Natural passive immunity is also observed by the passing of IgA. And എന്താണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി? Artificial passive immunization is normally administered by injection. It is used if there has been a recent outbreak of a particular disease or as an emergency treatment for toxicity such as tetanus. It is induced in an individual by administering performed antibodies in form of antiserum raised against an infectious agent. The antibodies can be produced in animals called serum therapy. Although there is a high chance of an anaphylactic shock because of immunity against animal serum itself, therefore humanized antibodies produced in vitro by cell culture and are used
ഇൻസ്റ്റഡ് വെൻ ആൻഡ് ഇഫ് അവൈലബിൾ. അതായത് ഇതും നമ്മളെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിൻ്റെ ആ ഒരു ആർട്ടിഫിഷ്യലും ആയിട്ട് കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഇതും വാക്സിൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സ്നേക്കായിട്ടും ബൈറ്റ് ചെയ്താൽ നമ്മൾ പിന്നെ അതിൻ്റെ അതായത് ആ ഒരു ബോഡിയിൽ നിന്ന് സ്നേക്കിൻ്റെ ബോഡിയിൽ നിന്ന് അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഒരു ഹോസ്റ്റിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. So my topic is over. Thank you.